ഹലോ, നമുക്കിന്ന് പരിപ്പും പപ്പടവും വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ? ഇതേ പരിപ്പ് എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാവേ. നമുക്ക് ആദ്യം പരിപ്പ് പരിപ്പ് ഞാൻ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് പരിപ്പ്. അതിൻ്റെ കൂടെ ഇച്ചിരി നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ദേ നോക്ക്, നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ശകലം കടുകിട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലോട്ട് ശകലം ഉള്ളിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകുമാണ് ചേർത്തേക്കണേ. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കറിയാട്ടോ. അതും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീട്ടുകളിലും പപ്പടവും പരിപ്പും ഒക്കെ ഉണ്ടല്ലോ. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാവേ. അതിനുശേഷം ഞാനൊരു ശകലം തേങ്ങ എടുത്ത് അതിലോട്ട് ഒരു പച്ചമുളകും ഇട്ട് അരച്ചെടുത്തതാണ്. അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി തേങ്ങയുടെ ആവശ്യമില്ല, പിന്നെ പരിപ്പ് ചേർത്ത് കൊടുക്കുമല്ലേ നമ്മൾ. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ആ ജാറും കൂടെ കഴുകി ഒഴിച്ചിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പില്ലേ, ആ പരിപ്പ് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണിത്. പരിപ്പും ഇവിടെ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് നന്നായിട്ട് ഇതിന് തിള വരുമ്പോൾ നമുക്കത് ഇറക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒത്തിരി ഉപ്പിടേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ. അപ്പം അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ പിന്നീട് നോക്കിയിട്ട് ഉപ്പിടാവേ. ഇപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. ഇതേ പപ്പടം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടേ. പപ്പടം വറുത്തെടുത്തേക്കണാണ്. ഇനി ഇത് നമ്മൾ പൊടിച്ചത് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പപ്പടക്കറിയാണ് ഇത് പപ്പടം അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പപ്പടക്കറി റെഡിയായി. പപ്പടപ്പരിപ്പ് കറി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് വെച്ച് നോക്കണം. ഇപ്പോൾ ഓണമാക്കി കഴിഞ്ഞതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും പരിപ്പും അല്ലെങ്കിലും പരിപ്പൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, പപ്പടമൊക്കെ കാണുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി കറിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീട്ടിലേക്ക് ഞാൻ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് അവർക്ക് ഭയങ്കര ഇഷ്ടം. അത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.